വേൾഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനൊരു വെണ്ടക്ക കൃഷിയിൽ ചെയ്തിട്ടുള്ളൊരു ട്രിക്കാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ വെണ്ടക്ക കൃഷി ചെയ്യുമ്പോൾ വെണ്ടക്കൻ്റെ വിത്ത് നട്ടതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു കായ് ഉണ്ടാവല്ലോ, അതായത് വെണ്ടക്ക ചെടി വളർന്ന് വരുമ്പം ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു കായ് വെണ്ടക്കായ് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് വിളവെടുക്കുന്ന പ്രായമാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്താക്കുക, അത് മുറിച്ച് ഒഴിവാക്കി കളയണം കേട്ടോ. അപ്പോൾ ആദ്യം ഉണ്ടാവുന്ന ഒരു 2-3 കായ്കൾ, ഇതുപോലെ ഇടുന്ന കായ്കളൊക്കെ വിളവ് എത്തുന്നതിന് മുന്നേ തന്നെ മുറിച്ച് ഒഴിവാക്കി കളയാം കേട്ടോ. ആ മുറിച്ച് ഒഴിവാക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടീൻ്റെ വളർച്ച നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മുറിച്ച് ഒഴിവാക്കുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ വിളവുണ്ടാവും കേട്ടോ. ഫസ്റ്റത്തെ 2-3 വെണ്ടക്ക നമ്മൾ ഒഴിവാക്കി കളാം. അതിനുശേഷം ചെടീനെ നല്ല രീതിയിൽ ഒന്ന് വളരാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അപ്പോൾ അതിന് ശേഷം ഉണ്ടാകുന്ന ഒരുപാട് കായ്കൾ നിറച്ചുണ്ടാവും. നമ്മളിപ്പോൾ ഒരു കഷ്ണമാണ് മുറിച്ച് ഒഴിവാക്കിയെങ്കിൽ, ഒരു വെണ്ടക്കയാണ് ഒഴിവാക്കിയെങ്കിൽ അവിടെ ഒരു 3-4 വെണ്ടക്ക ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ചെടി നല്ല വളർച്ച പെട്ടെന്ന് വെക്കും, കൂടുതൽ നമുക്ക് വെണ്ടക്ക ലാഭമായിട്ട് കിട്ടും. ആ രീതിയിലുള്ള ഒരു ട്രിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അതിനൊരു ഉദാഹരണം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മൾ പരീക്ഷണം ചെയ്ത വെണ്ട കൃഷീൻ്റെ ഒരു സ്ഥലം കേട്ടോ. അതായത് നിലവിൽ ഞാൻ അതിനൊരു ഉദാഹരണം കാണിച്ചു തരാം. നമ്മൾ വെണ്ട നടുമ്പം തന്നെ ആദ്യം തന്നെ ഇതേമാതിരി ചെറിയൊരു വെണ്ട ചെടിയായിട്ടാണ് വരിക. അതിലൊരു പൂവുണ്ടാവും. ആ പൂവിൽ ഇതേപോലെ ഒരു വെണ്ടക്ക ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് വരുന്ന ഈ വെണ്ടക്ക ഒരു പാകം വലുപ്പത്തുമ്പോൾ നമ്മൾ എന്താക്കുക, വെണ്ടക്ക മുറിച്ച് ഒഴിവാക്കി കൊടുക്കണം കേട്ടോ. കാരണം ഈ ചെടീൻ്റെ കോലം കണ്ടില്ല, അപ്പം ഈ ചെടിക്ക് ഈ കാണുന്ന രീതിയിലുള്ള ശേഷി മാത്രമേ ഉള്ളൂ. അപ്പം ചെടി നല്ല രീതിയിൽ നല്ല ഉണർവോടുകൂടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ വെണ്ടക്ക നമ്മൾ മുറിച്ച് ഒഴിവാക്കി കൊടുക്കണം. അതായത് നമ്മൾ വെണ്ടക്ക കൃഷി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വെണ്ടക്കൻ്റെ വിത്ത് നട്ടിട്ട് വളരുന്ന ടൈമിൽ ഫസ്റ്റ് നമ്മൾ ഒരു പൂവുണ്ടായിട്ട് ഫസ്റ്റ് ഉണ്ടാവുന്ന വെണ്ടക്ക ഒരു 3-4 വെണ്ടക്ക നമ്മൾ മുറിച്ച് ഒഴിവാക്കി കാണണം. അതായത് വെണ്ടക്ക ഒരു ചെറിയൊരു വലുപ്പമാകുമ്പോഴത്തേക്കും തന്നെ അത് വിളവെടുക്കാൻ പ്രായമൊന്നും നിൽക്കണ്ട, അതിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ എന്താക്കണം, അത് മുറിച്ച് ഒഴിവാക്കണം. ആ മുറിച്ച് ഒഴിവാക്കുക എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടീൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെടി നല്ല രീതിയിൽ ഒരു വളർച്ച വന്നതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ വിളവ് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ഐഡിയ ആണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വെണ്ടക്ക ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു 3 ആഴ്ച 4 ആഴ്ച ഇങ്ങനെ തന്നെ കിടക്കാം, മുരടിച്ച് കിടക്കുകയാണ്. ഇതേപോലെ മുരടിച്ച് കിടക്കുന്ന വെണ്ടക്ക നമുക്ക് ഉഷാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വെണ്ടക്ക നമ്മൾ ഒഴിവാക്കണം കേട്ടോ, മുറിച്ച് ഒഴിവാക്കണം. ഞാൻ മുറിച്ച് ഒഴിവാക്കി പരീക്ഷണം ചെയ്ത വെണ്ടക്ക കേട്ടോ. ഈ വെണ്ടക്കൊക്കെ ഞാൻ ഒരുമിച്ച് നട്ടതാട്ടോ, കണ്ടില്ലേ? അതായത് ഈ ഒരു വെണ്ടക്ക ചെടി ഞാൻ ഒരുമിച്ച് നട്ട. ഈ വെണ്ടക്ക ചെടീൻ്റെ ഇത് കണ്ടില്ലേ? എത്രയും നല്ല ഒരു കട്ടിയുള്ള ഒരു തണ്ടും കുറേ ഇലകളൊക്കെ ഉണ്ടായിട്ട് കുറേ ശിഖകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അതേ സമയത്ത് ഈ ഒരു വെണ്ടക്ക കണ്ടില്ലേ? ഈ വെണ്ടക്കൻ്റെ എത്ര കണ്ടില്ലേ? ഈ കാണുന്ന ഒരു വെണ്ടക്ക ചെടി കണ്ടില്ലേ? ഈ കാണുന്ന എത്ര വലുപ്പമുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒരു തണ്ടിൻ്റെ വലുപ്പം, ഇതിൻ്റെ തണ്ടിൻ്റെ വലുപ്പം കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വെണ്ട കൃഷി ചെയ്യേണ്ടത്. നല്ല രീതിയിൽ വിളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടാകുന്ന വെണ്ടക്കൊക്കെ നമ്മൾ മുറിച്ചിട്ട് ഒഴിവാക്കുക. അതിന് ശേഷം ഇതിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ചെടി ഒരു ഉഷാറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിളവ് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു കണ്ടത്, ഇതിൽ കണ്ടില്ലേ 3-4 വെണ്ടക്കാൻ്റെ ഇതൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വെണ്ടക്ക കൃഷി ചെയ്യാവുന്നതാണ്. അപ്പം എൻ്റെ ഈ ഐഡിയ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് കൃഷീൻ്റെ അറിവുകളാണ് നമ്മളെ ഈ ചാനലിൽ ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.